ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? അപ്പം നമ്മളും അതേട്ടാ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ മോന് പോകണം. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കണില്ല, ചട്നിയാണ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ലഞ്ചിനായിട്ട് അവന് എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില എല്ലാം ഞാൻ തലേ ദിവസം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചട്നിക്കുള്ള നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലാണ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് എഗ് ബിരിയാണിയൊക്കെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലിയും ക്കുള്ള ഇത് ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ ബിരിയാണി റെസിപ്പിയൊന്നുമില്ല ഇതിൽ. ഇപ്പോൾ എഗ് ബിരിയാണിയൊക്കെ റെഡിയാക്കി ഇതേ നമ്മൾ ചട്നി കാച്ചാനായിട്ട് ഇതേ ചട്നിയൊക്കെ അരച്ച് അത് കാച്ചിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കട്ടായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകൊക്കെ കറിവേപ്പിലയും മൂപ്പിച്ച് ചട്നിയും കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുത്ത് ലഞ്ചൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞയച്ചു. അവൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ബാക്കി കുറച്ച് ബിരിയാണീൻ്റെ അപ്പം അതൊക്കെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി. പിന്നെ നമ്മുടെ കാലത്ത് ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞു. പിന്നെ ഒന്ന് അപ്പോഴേക്കും തന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒരുവിധം ഒന്ന് ആകെ ഒരിച്ചിരി പാത്രങ്ങളൊക്കെ ആകായി ഒന്ന് വൃത്തികേടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതേ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് ഉച്ചക്കലേക്കുള്ളത് റെഡിയാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആവാൻ പോയി കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരമൊക്കെ ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് വെറുതെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മൾ അടുക്കളയിൽ വന്ന് വീണ്ടും അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി പെട്ടെന്ന് തന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കറികളും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേഗം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. കുറച്ച് നേരത്തെ എഴുന്നേൽക്കണതല്ലേ. അപ്പോൾ അതേ പാത്രങ്ങളാണ് നമുക്ക് കൂടുതൽ അത് കഴുകാനും കുറച്ച് മടിയാണ്. പക്ഷെ കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നമ്മൾ തന്നെ കഴുകണം. അപ്പോൾ പിന്നെ അത് ഒരു ട്രിപ്പുള്ള പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ ചോറും കറി ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ മോനെ കൊണ്ടുപോകാൻ ഒരിച്ചിരി കൂടുതലായിട്ട് മാത്രം എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ചോറാണ്. ചോറും ഇപ്പം ഇന്ന് മീനും ഒന്നുമില്ല. അപ്പം ഞാൻ പച്ചക്കറി, ഒരു രസവും ഉപ്പേരിയും ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് ലഞ്ചാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളത് കേട്ടോ. അപ്പോൾ മുരിങ്ങയുടെ ഇല വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിപ്പുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ ഇലയും പരിപ്പും കൂടിയുള്ള ഒരു ഉപ്പേരി, ഒരു രസം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കിയതിൽ കുറച്ചധികം എല്ലാം റെഡിയാക്കി വയ്ക്കും. അപ്പോൾ അതിൽ വെളുത്തുള്ളിയും ഒക്കെ ഇരിപ്പുണ്ട്.
അപ്പോൾ അതൊക്കെ എടുത്ത് ഇന്നൊരു രസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ മുരിങ്ങയുടെ പരിപ്പിലേക്കുള്ള പരിപ്പ് ഒരു ഇച്ചിരി പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ ഞാൻ കുറച്ച് അതിലത്തെ വെള്ളവും കുറച്ച് പരിപ്പും കൂടി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് രസത്തിനായിട്ട് കേട്ടോ. എന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പരിപ്പ് വെള്ളമില്ലാണ്ട് അങ്ങോട്ട് നന്നായി വേണ്ട, ചെറുതായി ഒരു ഇച്ചിരി ഒന്ന് വെന്ത് അല്ലാണ്ട് വെന്ത് കുഴഞ്ഞാൽ പരിപ്പ് മുരിങ്ങയുടെ ഇലയിലിടുമ്പോൾ അത് ഒരു കുഴഞ്ഞു പോവും. അപ്പോൾ ഒറ്റയായിട്ട് ഇങ്ങനെ കിടക്കണ അതിൽ പരിപ്പങ്ങോട്ട് അത്ര മതി, വെന്താൽ മതി കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ കഴുകി അതും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറിനുള്ള വെള്ളം ഒക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടു പരിപ്പും വേവിക്കാനായിട്ട് വെച്ചു. ഇനി രസത്തിലേക്കുള്ള ഒരു ചെറിയൊരുണ്ട പുളി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കുതിർത്തെടുക്കാനായിട്ട്. പിന്നെ മുരിങ്ങയില, അപ്പം ഇവിടെ മുരിങ്ങയില വാങ്ങിക്കണതല്ലേ, അപ്പോൾ അത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങോട്ട് പോന്നിട്ടുണ്ടാവും കേട്ടോ. അതിലൊന്നും നമ്മൾ ഊരിയെടുക്കൊന്നും വേണ്ട, ഇതെല്ലാം ഇങ്ങനെ പോന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വയ്ക്കും കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അതിൽ പൊടി ഒക്കെ ഉണ്ടാവും. ആ വെള്ളം കണ്ടാലേ അറിയാം ചെറുതായിട്ടൊരു പൊടി ഒരു കളറായിട്ടുണ്ടാവും. അപ്പം അത് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ, എന്നാലേ നല്ല വൃത്തിയാവുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും പരിപ്പ് വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി ഞാൻ ഇച്ചിരി പരിപ്പും അതിൻ്റെ വെള്ളം കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് രസത്തിനായിട്ട് കേട്ടോ. ബാക്കിയുള്ള പരിപ്പ് എനിക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ, നമ്മുടെ ഉപ്പേരിക്കായിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിലൊന്ന് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ രസത്തിനായിട്ടുള്ള ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ. അപ്പോൾ മിക്സിയിലേക്ക് ഞാൻ വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും പിന്നെ എരിവിനാവശ്യമുള്ള കുരുമുളക്, ഒരു ചെറിയ ഉള്ളി, ചെറിയ ജീരകം ഇത്രയിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് ഒരു പിടി കുരുമുളക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സ്പൂണായ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഇടുന്നത്. ഒരു പിടി ഇച്ചിരി വലിയ കൈപ്പിടി കുരുമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ സ്പൂണോളം 1/4 സ്പൂണോളം ചെറിയ ജീരകം എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒറ്റയടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പകുതി തക്കാളി മുറിച്ചത് ഉണ്ടായിരുന്നു, പിന്നെ ഒരു തക്കാളിയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒറ്റ അടി ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മളൊരു പാനിലേക്ക് നമ്മൾ കുതിർത്തിട്ടുള്ള പുളിയില്ലേ അത് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് ഞാൻ ഒഴിച്ചിട്ട് അപ്പോൾ ചെറുതായി അതിൽ മണ്ണ് ഉണ്ടെന്ന് തോന്നി. വീണ്ടും അപ്പോൾ ഒന്നുകൂടി വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതൊന്ന് അരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വെച്ച് വെച്ചുള്ള പരിപ്പില്ലേ വെള്ളത്തോട് കൂടിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചുള്ള വെളുത്തുള്ളി, തക്കാളി, പിന്നെ ചെറിയ ജീരകവും കുരുമുളകും അതെല്ലാം ഇതിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ചധികം കറിവേപ്പില, നല്ലൊരു മണം വേണ്ടേ രസത്തിന്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ രസത്തിൻ്റെ പൊടി ഒരു വലിയ സ്പൂണോളം, ഏകദേശം ഒരു വലിയ സ്പൂണോളം രസത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ആ മല്ലിയിലയൊക്കെ ഞാൻ പുതിനയിലൊക്കെയും ആവശ്യത്തിനുള്ളത് തലേദിവസം തന്നെ കഴുകി. അപ്പോൾ നമുക്ക് രാവിലെ ഈ മല്ലിയിലയും ഒക്കെ കഴുകാനായിട്ട് കുറച്ച് നേരം വേണ്ടേ, നന്നായിട്ട് മണ്ണുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് തലേദിവസം തന്നെ ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ അത് എടുത്ത് ഒന്ന് അരിഞ്ഞ് ഇട്ടാൽ മതിയില്ലേ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇതേ രസം നമ്മൾ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഉപ്പേരിക്കായിട്ടുള്ള ഇപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയിലൊക്കെ കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ ചീഞ്ചട്ടിയിൽ ചെറിയുള്ളി ചതച്ചത് ഇട്ടു. ഇനിയിപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി ഇട്ട് വീണ്ടും മൂപ്പിച്ചിട്ട് പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതേ മുരിങ്ങയിലിട്ടു. അപ്പോൾ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതേ മുരിങ്ങയിലിട്ടു ഇട്ട് ചെറിയ തീയിൽ അങ്ങനെ മൂടി വെച്ച് കുറച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് വാടി വന്നപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. എന്നിട്ട് അതൊക്കെ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി നമുക്ക് ആ പാത്രം ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും രസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തക്കാളി ഒന്ന് വെന്ത് വന്നാൽ മതി, ആ സമയം മതി ഒന്ന് തിളച്ച് വരുമ്പോൾ വന്നപ്പോൾ ഞാൻ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് കടുകും ഉലുവയും കൂടി മൂപ്പിച്ചു വെളിച്ചെണ്ണയിൽ. എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പിലിട്ട് അത് ഒന്ന് രസം ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളെ ചട്ടി ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ കുറച്ച് നേരം വറുത്ത് അതങ്ങനെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് അങ്ങനെ ഇരുന്ന് മൊരിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് ചമ്മന്തിക്കായിട്ടുള്ളത്. പിന്നെ അതേ നമ്മൾ കുറച്ച് വെണ്ടക്കായ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കഴുകി അതൊന്ന് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മോര് അല്ലെങ്കിൽ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് കൊണ്ടാട്ട മുളകുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചുള്ളതാണ്, വീട്ടിൽ ഉണ്ടാക്കിയെടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒക്കെ എടുക്കുന്നുണ്ടാവില്ലേ മുളകിൻ്റെയൊക്കെ ഒരു കറുത്തതൊക്കെ അതൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ ആ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഇതേ നമ്മൾ മസാല പുരട്ടി വെച്ചുള്ള വെണ്ടക്കായില്ലേ, അപ്പോൾ അത് വറക്കാനായിട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു, ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ രസവും ചമ്മന്തിയും
തോരനും അച്ചാറും പിന്നെ ഇങ്ങനെ വെണ്ടയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാട്ടാ. അപ്പം മീനില്ലാത്ത ദിവസങ്ങൾ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഉണ്ടാക്കി ഊണ് കഴിക്കാട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതേ മിക്സിയുടെ ജാറൊന്ന് നന്നായി തുടച്ചതിന് ശേഷം വറുത്തെടുത്ത ചെമ്മീനും പിന്നെ ഇന്ന് പച്ചമുളക് ഇട്ടിട്ടാണ് ചമ്മന്തി ഒഴിക്കണത് കേട്ടോ. അപ്പോൾ വറുത്തെടുത്ത ചെമ്മീനും പച്ചമുളകും ഉപ്പും കൂടി ആദ്യം ഒന്ന് അടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നാളികേരവും പിന്നെ പുളിക്കായിട്ട് കോൽപ്പുളിയാണ് എടുത്തുള്ളത്. അപ്പോൾ ചെറിയ കഷ്ണം കോൽപ്പുളിയും ഒരു ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ കൊണ്ടാട്ടമുളകൊക്കെ വറുത്തതൊക്കെ അത് ഒരു ബോട്ടിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞു, ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ അതേ ചോറും നമ്മുടെ മുരിങ്ങ ഇല പരിപ്പ് ഉപ്പേരി, വെണ്ടയ്ക്ക വറുത്തത്, പിന്നെ നല്ല മാങ്ങാച്ചാറുണ്ട്, രസമുണ്ട്, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കൊണ്ടാട്ടമുളക് വറുത്തതും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബായ്.